നമസ്കാരം. ഓവർ തിങ്കിങ് അഥവാ അമിതമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന 3 ടിപ്സുകളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് ടെൻഷൻസ്, സ്ട്രെസ്സ്, നിരാശകൾ, ജീവിതത്തിലുണ്ടാകുന്ന വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുകയോ അല്ലെങ്കിൽ അവരൊരിക്കലും വരരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് വന്നതിൻ്റെ ഫലമായിട്ട് പേടിയും സാഡ്നെസ്സും വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും എല്ലാം ഉണ്ടാകുന്നത്. ഈ 2 തരത്തിലുള്ള തിങ്കിങ് പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും അത് വ്യക്തിപരമായിട്ടൊരു കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെപ്പോഴും കമ്പയർ ചെയ്തിട്ട് ചോദിക്കുന്നത്, എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ രീതിയിലുള്ള ഉപദേശങ്ങൾ ചുറ്റുപാടുള്ള എല്ലാ ആളുകളും നൽകും. പക്ഷേ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകിയത് കൊണ്ടൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാറാനായിട്ട് പോകുന്നില്ല. അത് മാറാമെങ്കിൽ നമ്മളതിനെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. സോ നിങ്ങൾ ചെയ്യേണ്ടത് മാനസികമായിട്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് വരുന്ന ഓവർ തിങ്കിങ്ങുകളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിന്തകൾ വരുന്നതെന്നൊരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക. അതായത് നിങ്ങൾക്ക് എപ്പോഴും കൂടെ കടന്നു വരുന്ന ചിന്തകൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് അതൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ചിന്തകൾ വരുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നും കൂടി നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സംഭവിച്ചത്, ഇതുമൂലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വരുത്തിയതെന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അതുകൂടാതെ തന്നെ ഇതിനൊപ്പം തന്നെ എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഓവർകം ചെയ്യാമെന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് വരുമ്പോൾ വെറുതെ ചിന്തിച്ചിരിക്കാതെ എന്തുകൊണ്ടാണ് ആ ചിന്ത വന്നത്, അതിന് പിന്നിലുള്ള കാരണക്കാരാരൊക്കെ, അതുമൂലം ഉണ്ടാകുന്ന എനിക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന് സ്വയം തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തുവാനും കൂടിയാണ് ശ്രമിക്കേണ്ടത്. ഈ പറയുന്ന രീതിയിലൂടെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിനൊപ്പം തന്നെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മനഃശാസ്ത്ര വിദഗ്ധരെയും കൂടി കൺസൾട്ട് ചെയ്ത് അവർ നിർദ്ദേശിക്കുന്ന തെറാപ്പികൾ കൃത്യമായ കാലയളവിൽ കൂടി എടുത്തു കഴിഞ്ഞാൽ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.